ഇടിച്ചു കയറി. ഞാൻ പറഞ്ഞില്ല അട്ടയുണ്ടെന്ന്. എന്റെ കാലിൽ കയറിയില്ല കേട്ടാ. ഇനി എന്റെ കാലിലുണ്ട്. ഇനി കാണാൻ പറ്റാത്ത വല്ല സ്ഥലത്ത് കയറിയെന്ന് അറിയാൻ. ഹലോ ഗൈസ്, ഗൈസ് നമ്മൾ ബോട്ട് വിടാൻ പോകണ്ടോ? ഒഴി കിട്ടോ തിരിച്ചിട്ടോന്ന് അറിയാൻ പാടില്ല. എങ്കിലും നമ്മൾ നമ്മൾ വെള്ളത്തിലിട്ട് സാധനം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു പാടത്താണ്. അവിടെ കംപ്ലീറ്റ് മഴ ചെയ്ത് വെള്ളം മുങ്ങിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ബോട്ടങ്ങ് ഇറക്കിയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇത് ക്യോഷോൻ്റെ എയർ സ്ട്രൈക്ക് 500 GP എന്ന് പറഞ്ഞിട്ടൊരു നൈട്രോ ബോട്ടാണ്. നമ്മൾ ശരിക്കും ഇത് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ഇതാണ് എൻ്റെ പ്രൊപ്പലർ, സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും സൈസ് ഉണ്ട് ബോട്ട്. പിന്നെ അതാണ് അതിൻ്റെ റിമോട്ട്. ഗൈസ്, ഇത് ഈ കുറച്ച് ദിവസത്തെ മഴ കാരണം കയറിയ വെള്ളമുണ്ട്. ഇത് ഇത്രയും എന്നുവെച്ചാൽ കാനേന്ന് വെള്ളം കയറി റോട്ടിലോട്ടായി കംപ്ലീറ്റ് ഇതായി. ഞാനും ഇതേ വരണും കൂടി ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത മോട്ടർ. ഇത് 3S മോട്ടർ ഉണ്ടോ, ബ്രഷ്ലെസ് മോട്ടർ. അതായത് ബ്രഷ്ഡ് മോട്ടറൊന്നും നമുക്ക് മറ്റേ ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലോഡ് എടുക്കില്ല, കത്തിപ്പോവും. കാരണം നമ്മുടെ കാർ പോലെയല്ല, വെള്ളത്തിലിടാൻ നേരത്തെ അത്യാവശ്യം ലോഡാണ്. അപ്പോൾ ലോഡ് എടുക്കില്ല. അപ്പോൾ അതിന് നമുക്ക് ബ്രഷ്ലെസ് മോട്ടർ തന്നെ വേണം. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് ESC 3Sൻ്റെ. പിന്നെ ഇതിപ്പോൾ നമ്മൾ 2S ബാറ്ററി യൂസ് ചെയ്തേക്കണം. ഇതിനകത്ത് 3S വരെ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് ഉള്ളായിരിക്കും. പിന്നെ അത് ഇവിടെയാണ് നമ്മുടെ സെർവോസ് സെറ്റ് ചെയ്തേക്കുന്നത്. സെർവോയും പിന്നെ റിസീവറും. അപ്പോൾ ഇവിടെ വെള്ളം കയറാനുള്ള ചാൻസ് കുറവ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഈ ഗ്ലാസ്സൊക്കെ എനിക്കുള്ളത്. റിസീവറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അടിച്ചു. പിന്നെ ഇതാണ് നമ്മൾ അതിൻ്റെ റിമോട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എവിടെ 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 ഈ സംഭവം കണക്റ്റായി. ഇത് ഫാൻ കറങ്ങി. റിമോട്ടോണല്ല, റിമോട്ട് ഓണാക്കി. ഉണ്ടോ, സെർവോ വർക്കിംഗ് ആണ്. ഇനി ഇത് നൈട്രോ എൻജിൻ ബോട്ടായിരുന്നു. അതായത് ക്യോഷോൻ്റെ എയർ സ്ട്രൈക്ക് 500 GP എന്ന് പറഞ്ഞിട്ട് നൈട്രോ എൻജിൻ ബോട്ടായിരുന്നു. നമ്മളത് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്താണ്. നമ്മൾ ഈ ക്ലാമ്പും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഇത് കാറിൻ്റെ ആക്സിലും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തൊരു ബോട്ടാണ്. ഇത് ഇലക്ട്രിക്കിലോട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്താണ്. ഫസ്റ്റ് എൻജിനുള്ള ബോട്ടായിരുന്നു. നമുക്കത് ഫ്യൂവൽ കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളിപ്പോൾ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സംഭവം സെറ്റാണ്ടോ. പിന്നെ ഇത് ഹീറ്റ് സിങ്ക് ആണ് കേട്ടോ. അതായത് മോട്ടറിലെ ഹീറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞിരുന്നത്. ശരിക്കും ഇങ്ങനെയല്ല. ശരിക്കും ഇവിടെ നിന്ന് പൈപ്പ് എടുത്ത് ഇങ്ങനെ മോട്ടറിൽ ചുറ്റി പുറത്തോട്ട് ഒരു പൈപ്പ് നമ്മൾ ഇടണം. എന്നാലാണ് ശരിക്കും മോട്ടർ കൂളാവുള്ളൂ. ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി പണിയാനുണ്ട്. അതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമ്മുടെ ബോട്ട് ഇവിടെ സെറ്റാണ്. അല്ലേ, ബാലൻസിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഈ സൈഡിൽ ബാറ്ററി വെക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലോട്ട് കുറച്ച് ചെരിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മൾ കല്ലെന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ബാലൻസ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നമ്മുടെ കുട്ടു കല്ല് അന്വേഷിക്കാൻ പോയേക്കണം. പക്ഷേ ഇതൊരു നേരത്തെ കാറൊക്കെ പൊയ്ക്കൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് നിറഞ്ഞ് ഇപ്പോൾ ഇത് കാനയാണ്, ഇത് റോഡാണ്. അപ്പോൾ റോഡ് ഏതാ കാന ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്ത്. അയ്യോ, അതെ മഴ പൊടിയുണ്ട്. കുട്ടോ, മഴ പൊടിയാണ്. നോക്കട്ടെ, കുറച്ച് ബാലൻസ്. ഈ ഒരു കല്ല് മാറ്റിയിട്ട് വലിയ വെച്ചാൽ കറക്റ്റായി. യെസ്, കറക്റ്റായി. ക്ലിപ്പിടാം. നമുക്കൊന്നും കൂടി
ബാറ്ററിയുടെ ആയിരുന്നു. ചെറിയൊരു ബാലൻസ് തോന്നണ്ട. നോക്കി ബാലൻസ് ഇഷ്യൂ ഉണ്ടോ നോക്കി. സെറ്റല്ലേ കാട്ടിപ്പോയി. പോട്ടെ കമോൺ. പോയി ഗൈസ്. എടാ അവിടെ പോയി തങ്ങിയ പണി പാടൂട്ടാ. അയ്യോ പെട്ട് പെട്ട്. ഓ പെട്ട് ഗൈസ് പെട്ട്. പണി പാളി പോയി തീർന്ന് തങ്ങി. പോയി എടുത്ത് ഗൈസ് നമ്മുടെ ബോട്ട് അവിടെ തങ്ങിപ്പോയിട്ടാ. ഇതുവഴി പോയി എടുക്കാം, പക്ഷേ അട്ടയുള്ളതുകൊണ്ട് ഒരു പേടിയുള്ള പറഞ്ഞേ. ഗൈസ് വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോണ അട്ട കടിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ട്. കുട്ടിയോടെ ഭയങ്കര ആളാണ്, എനിക്ക് പേടിയാണ്. പോടാ എടാ പോടാ. ഭയങ്കര ആണ് നോക്കി. ഇതുവഴി ബോട്ട് ഓടിക്കാം, വഞ്ചിക്ക് പോയത് വഴി. സീനാവട്ടെ നോക്കാറ് അട്ട കടിച്ചെന്ന്. ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക, അതാണ് ഈ അട്ട കയറില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ബോട്ട് പുല്ലിന്ന് ഉടക്ക് മാറ്റി എടുത്തിട്ടുണ്ട് നമ്മള്. അവിടെ പെട്ടിട്ട് അവിടെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഇതേ ഒച്ചൊക്കെ പൊട്ടി കയറി എങ്ങോട്ട് പോണേ. പുള്ളി യാത്ര അടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. യെസ് നമുക്ക് കൊച്ചിനെ വെച്ച് റൈഡ് അടിക്കാം. ഇവിടെ സ്ഥലമില്ലാത്തതിൻ്റെ പേരില്ലേ നമുക്ക് വളയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇനി എന്ത് ചെയ്യും നമ്മൾ? സാധനം കൊള്ളാല്ല, സ്പീഡ് കണ്ടോ ഗൈസ്. റിസീവർ ഉണ്ടോ? വാട്ടർ പ്രൂഫ് അല്ലാത്ത റിസീവറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ തീർന്നു, എപ്പോൾ വേണേലും അടിച്ചു. ഏതാണ്ട് റിസീവർ കാണിച്ചു കൊടുത്ത് റിസീവർ റിമോട്ടിൻ്റെ കണക്ഷൻ റിസീവർ. അപ്പോൾ നിങ്ങൾ ബോട്ട് ഉണ്ടാക്കാൻ നേരത്ത് വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുക. വാട്ടർ പ്രൂഫ് മോട്ടർ, ESC, അതുപോലെ ബാറ്ററി പിന്നെ പ്രശ്നമില്ല. സെർവോ വാട്ടർ പ്രൂഫ് സെർവോ. പിന്നെ ഇത് മാത്രം എന്തെങ്കിലും ബലൂൺ എന്തെങ്കിലും വെച്ച് കവർ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒന്നും ചെയ്തല്ല, അടിച്ചു പോയാൽ പോയി. ഒന്നുകൂടി ഇട്ടാ സീനല്ലേ. സ്പീഡിൽ വരാൻ നേരത്തെ അറിയില്ല ഗൈസ്, കൈ പൊട്ടി. ബോട്ട് എടുക്കാൻ പോയതാ. ഇനി എങ്ങനെ ഞാൻ ചോറിന് മീൻകറിൻ്റെ ഇക്കൂട്ടി. ഗൈസ് ഇത് എന്താണ്ടോ അതിൻ്റെ റിവേഴ്സ്, ഇതിന് ആക്സിലേഷൻ, സെർവോസ് കണ്ടോ ഗൈസ്. ഇവിടെ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ നമുക്ക് സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് എന്താണ് ഒരുപാട് സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഇത് പതിയെ കയറി വരത്തുള്ളൂ, അതായത് പതിയെ ആക്സിലേഷൻ കൊടുത്തിട്ട് ബോട്ട് ഇങ്ങനെ ഫ്രണ്ട് പൊങ്ങി ഇങ്ങനെ സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ അതിന് ടൈം എടുക്കും. പക്ഷേ ഈ ഒരു സ്ഥലം നമുക്കതിന് പോരാ, കുറച്ചും കൂടി നമുക്ക് സ്ഥലം വേണം. നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു സ്ഥലത്ത് പോയിട്ട് നല്ല കിട്ടില്ല വീഡിയോ ചെയ്യാം.
അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വെള്ളം പൊങ്ങേണ്ടി വരും. നമുക്കിപ്പോൾ ഈ സമയത്ത് എന്തായാലും പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തൊട്ട് വീടിന് അടുത്തായതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ വന്നതാണ്. അപ്പോൾ നിങ്ങളെ ബോട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറഞ്ഞു കേട്ടോ. ഓ ഗൈസ് ഡ്രിഫ്റ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല കേട്ടോ, അറിയാണ്ട് വന്ന. ഓ ഇടിച്ചു കയറി. എന്താ ഇനി അങ്ങോട്ട് അട്ടയുണ്ടാവും. ഇല്ലടാ, നീ ചവിട്ടി ചവിട്ടി പോക്കോ. ഫുള്ള് നനഞ്ഞിട്ടാ ഗൈസ്. ബോട്ടിൽ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ. അട്ടയുണ്ടോ നോക്കട്ടെ. അട്ടനെ ഞാൻ ഓടും. ഇല്ലില്ല, അട്ടയില്ല. ഓ കൊട്ടി. ട്രിമ്മൊന്ന് സെറ്റ് ആക്കട്ടെ. ഗൈസ് നമ്മളിതിൻ്റെ ട്രിമ്മ് ഒന്ന് സെറ്റാക്കാണ്. ഇത് പല വഴിക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇനി ഒഴുക്കുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പൊ അത് കുറച്ചും കൂടി പല വഴിക്കാൻ പോണത്. സ്ലോ മോൺ. യെസ്, തീർന്നു. വെടിക്കെട്ട് തീർന്നു. കുറച്ചുകൂടി സ്ഥലമുള്ളതായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഓടിക്കായിരുന്നു. വെള്ളം കയറണ്ടല്ലേടാ? വെള്ളം കയറും. വെള്ളം പക്ഷെ അതേപോലെ ഇറങ്ങിപ്പോവും. ഇത് ഈ ബാക്കിൽ ആ വഴിയണ്ട, അത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ വെള്ളം പുറത്തോട്ട് പോകും. വെള്ളം കംപ്ലീറ്റ് പോയി. നമുക്കിങ്ങനെ കളയാം വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഗൈസ് നമുക്കിനി വേറെ വലിയ സ്ഥലം കിട്ടുമെന്ന് നോക്കാം. ഇവിടെ സ്ഥലമില്ല, വളയ്ക്കാനൊക്കെ പാടാ. നമ്മൾ കാർ ഓടിക്കുന്ന പോലെയല്ല, നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്ങാടെങ്കിലും കയറിപ്പോവും ഗൈസ്. ഇവിടെ അട്ടയുള്ളതുകൊണ്ട് സീൻ. ചൂണ്ടിട്ടല്ല ബോട്ട് വെച്ചിട്ട്. ചൂണ്ടിട്ടിട്ട് മറ്റേ ബോട്ട് പുല്ലുമേ കുടുങ്ങിയാലേ സീനാവുള്ളൂ. മീൻ കളിയാക്കും. ഗൈസ് അട്ട, ഞാൻ പറഞ്ഞില്ല അട്ട ഉണ്ടെന്ന്. എന്റെ കാലിൽ കയറിയില്ല കുട്ടുന്റെ കാലിൽ കയറിയത്. കേറിയിട്ട് കടിച്ചില്ല, അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. ഇനി എന്റെ കാലിലുണ്ട്. ഇനി കാണാൻ പറ്റാത്ത വല്ല സ്ഥലത്ത് കയറിയെന്ന് ഓ ഗൈസ്, ഒരു ബോട്ട് വിടാൻ വന്നിട്ട് ഇപ്പൊ എന്തായാലും ബോട്ട് പൊളിയായില്ലേ ഗൈസ്. നിങ്ങൾക്ക് എന്താണ് ഈ ബോട്ട് ഓടിക്കണം കണ്ടിട്ട് അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് തോന്നാനല്ലേ ഗൈസ്. ഇതിൻ്റെ വിലേനെ പറ്റി പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 45,000 രൂപ എടുത്ത് ഇവിടെ ഷിപ്പിംഗ് ചാർജ് അടക്കം മൊത്തം വരും. എൻജിൻ, അതായത് ഈ മോഡൽ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ക്യോഷോൻ്റെ എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർ സ്ട്രൈക്ക് 500 GP ആ ഒരു നെയിം ഇതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമ്മുടെ ബോട്ട് ഓടിക്കൽ കഴിഞ്ഞിരിക്കുന്നു. കുട്ടുൻ്റെ കാലിൽ അട്ടയും കയറി. അട്ട പോയോ? അട്ട അവിടെ പോയി. എവിടെ പറയാണ്ടിരിക്കണല്ലേ? കടിക്കട്ടെ അട്ട എവിടെ നിന്ന് കയറി?